ഈ വാരം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഒരുപടി ഹോട്ട് ടോപ്പിക്കുകളും വൈറൽ മൊമെന്റുകളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. റോക്സ്റ്റാർ ഗെയിംസിന്റെ GTA സീരീസും മറ്റും വാഴുന്ന ഗെയിമിംഗ് ലോകത്തേക്ക് ഒരു മലയാളി ഗെയിം എത്തിയാൽ എങ്ങനെയിരിക്കും? ഗെയിം സ്ട്രീമേഴ്സിന്റെ ഇടയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ് മലയാളികൾ നിർമ്മിച്ച ടെക് ഐലൻഡ് എന്ന ഹൊറർ ഗെയിം. ജയേഷ് കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാണാതായ ഭാര്യയെ തേടി ദുരൂഹ ദ്വീപിലേക്ക് എത്തുന്ന ഭർത്താവിന്റെ ഭീതിജനകമായ യാത്ര കേൾക്കുമ്പോൾ ആകാംക്ഷ നിറഞ്ഞൊരു കഥയായി തോന്നും. എന്നാൽ പറഞ്ഞു വരുന്നത് ടെക് ഐലൻഡ് എന്ന ഹൊറർ ഗെയിമിന്റെ കാര്യമാണ്. തനി കേരള തനിമയുള്ള മലയാളി തനിമയുള്ള അതിഭയാനകമായ ഒരു ഹൊറർ ഗെയിമാണ് ടെക് ഐലൻഡ്. ഈ ഗെയിമിന് പിന്നിലുള്ളത് 5 മലയാളി യുവാക്കളുടെ കരങ്ങളും. 1980കളിലെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ ഗെയിം ഗെയിമേഴ്സിന്റെ ഇടയിൽ ചുരുക്ക സമയം കൊണ്ടാണ് ട്രെൻഡിംഗ് ആയി മാറിയത്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗെയിം സ്ട്രീമേഴ്സിന്റെ ഇടയിൽ വൻ സ്വീകാര്യതയാണ് ഈ കേരള മോഡൽ ഗെയിമിന് ലഭിക്കുന്നത്. ഗെയിം പുറത്തിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ റോക്സ്റ്റാർ ഗെയിംസിന്റെ GTA സീരീസും മറ്റും വാഴുന്ന ഗെയിമിംഗ് ലോകത്ത് ഈ മലയാളി ഗെയിം ഇടം പിടിച്ചിരിക്കുകയാണ്. കൊച്ചി സ്വദേശിയായ അതുൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അലസ് ഡേവ്സ് എന്ന 5 അംഗ സംഘമാണ് ഈ ഗെയിം വികസിപ്പിച്ചെടുത്തത്. അശ്വിൻ സുനിൽകുമാർ, PS ആദിത്യൻ, PV അശ്വിൻ, ആദി ഗോപകുമാർ എന്നിവരാണ് ഈ ടീമിലുള്ളത്. ഒരു ഹൊറർ അഡ്വഞ്ചർ വിഭാഗത്തിൽ നിന്നുള്ള 3D ഗെയിമാണിത്. ഫെബ്രുവരി 27-ാം തീയതി പുറത്തിറങ്ങിയ ഈ ഗെയിം കേരളത്തിൽ നിന്നുള്ള ആദ്യ 3D ഗെയിമാണിത്. കാണാതായ ഭാര്യയെ തേടി ഒരു വിജനമായ ദ്വീപിലെത്തുന്ന ഭർത്താവിന്റെ ഭീതിജനകമായ യാത്രയാണ് ടെക് ഐലൻഡ് പറയുന്നത്. കേരളത്തിലെ തീരപ്രദേശങ്ങൾ, നിബിഡ വനങ്ങൾ, പഴയ തറവാട് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വളരെ റിയലിസ്റ്റിക് ആയ രീതിയിലാണ് ഗെയിം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗെയിമിൽ മലയാള ഭാഷയാണ് സംഭാഷണങ്ങൾക്കായും ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1.5 മുതൽ 3 മണിക്കൂർ വരെയാണ് ഈ ഗെയിമിന്റെ ടോട്ടൽ പ്ലേ ടൈം. ലോകോത്തര നിലവാരത്തിലുള്ള അൺറിയൽ എഞ്ചിൻ 5-ലാണ് ഗെയിം വികസിപ്പിച്ചിരിക്കുന്നത്. മലയാള സംഭാഷണങ്ങളാണ് ഇതിന്റെ പ്രത്യേകതയെങ്കിലും ലോകമെമ്പാടുമുള്ളവർക്ക് മനസ്സിലാകാൻ ഇംഗ്ലീഷ്, ഹിന്ദി സബ്ടൈറ്റിലുകളും ലഭ്യമാണ്. ഇതിന്റെ സിനിമാറ്റിക് ടീസറുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. കേരളത്തിലെ യുവ ഗെയിം ഡെവലപ്പർമാരുടെ കഴിവിനും പ്രാദേശിക സംസ്കാരത്തിൽ ഊന്നിയ കഥകൾക്കും ആഗോളതലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് തെളിവാണ് ഈ വിജയം. ഒപ്പം മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടം കൂടിയാണ് ഇത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ലോകത്ത് വൻ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ. എന്തുകൊണ്ടാണ് ഇപ്പോൾ കിം സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ ചെയ്യപ്പെടുന്നത്? പൂജ രമേശ് പറയും. 2026 ഒറ്റപ്പെടലിന്റെ വർഷം വല്ലതുമാണോ? എല്ലാ മാസവും സോഷ്യൽ മീഡിയയ്ക്ക് പറയാനുണ്ടാകും ഒറ്റപ്പെട്ടു പോയവരുടെ കഥ. ആദ്യം കൂട്ടം വിട്ടു പോയ പെൻഗ്വിൻ, പിന്നീട് കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് ഒറ്റയ്ക്കായി പോയ പഞ്ച് എന്ന കുരങ്ങൻ. ഇപ്പോൾ ഇതാ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നാണ്. കിമ്മിന്റെ ഒറ്റപ്പെടൽ ചെറിയ ഒറ്റപ്പെടലല്ല. കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിഷമമാണ് കിമ്മിനെ പിടികൂടിയിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരങ്ങൾ. ഇറാനെതിരായ ഇസ്രായേൽ US സംഘർഷം തുടങ്ങിയതോടെയാണ് കിം ട്രോളുകളിലും മീമുകളിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഏറ്റവും നല്ല കളിപ്പാട്ടങ്ങൾ കയ്യിലുണ്ടായിട്ടും ആരും കളിക്കാൻ വിളിക്കുന്നില്ല എന്ന വിഷമത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന കിം ജോങ് ആണ് സമൂഹ മാധ്യമത്തിൽ മുഴുവൻ. ലോകം മുഴുവൻ യുദ്ധത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ തന്നെ ആരും ഒപ്പം കൂട്ടുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ഒരു സ്പെക്ടേറ്റർ പരിവേഷമാണ് കിമ്മിന് സോഷ്യൽ മീഡിയ നൽകിയിരിക്കുന്നത്. മിസൈലുകൾ വരുമോന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതും വാൽനക്ഷത്രത്തിനെയും പക്ഷിയെയും പോലും മിസൈലായാണ് കാണുന്നതെന്നും ആരെങ്കിലും ആണവായുധം പ്രയോഗിക്കാനുള്ള അവസരം നൽകണമെന്നും തുടങ്ങി ട്രോൾ പേജുകളിലെല്ലാം കിം നിറഞ്ഞു നിൽക്കുകയാണ്. വാശിയും പിണക്കവും ഒക്കെ ഒത്തുചേരുന്ന ഒരു കൊച്ചു കുട്ടിയുടെ പരിവേഷമാണ് സോഷ്യൽ മീഡിയ വിദഗ്ധന്മാർ ഈ ഭരണാധികാരിക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അനുഭവിക്കുന്നുണ്ടാകാമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ച് കൂടുതൽ വ്യക്തതയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മിസൈൽ പരീക്ഷണങ്ങളുടെയും ആണവായുധങ്ങളുടെയും പേരിൽ കിമ്മും ഉത്തര കൊറിയയും വാർത്തകളിൽ നിറയാറുണ്ട്. പരിഹാസങ്ങൾ തുടരുമ്പോഴും സംഘർഷാവസ്ഥയൊക്കെ കണ്ട് കൈതരിച്ച കിം ഉത്തര കൊറിയയുടെ സൈനിക ശക്തി ഒന്നുകൂടി മിനുക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിനോടകം ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തി ലോകത്തെ ഒന്ന് ഞെട്ടിച്ചിട്ടുമുണ്ട്. ഷിപ്പ്യാർഡിൽ നേരിട്ടെത്തി കപ്പലിന്റെയും മിസൈലിന്റെയും പ്രകടനം കണ്ട് ഏറെ സംതൃപ്തനായ അദ്ദേഹം നാവികസേനയ്ക്കും ആണവായുധങ്ങൾ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാദ്യമായല്ല കിം ജോങ് ട്രോളുകളിൽ നിറയുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും എഡിറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം ട്രോളുകൾ എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ എത്താറുണ്ട്.
ഒരാൾ ഇങ്ങനെ മാറുമോ, അതോ അയാൾക്ക് പകരം എത്തിയത് ക്ലോൺ രൂപമോ? പറഞ്ഞു വരുന്നത് ജിം ക്യാരി എന്ന ഹോളിവുഡ് നടനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് താരത്തിന്റെ പുതിയ രൂപത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്നത്. അമൽ ശശികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജിം ക്യാരി ശരിക്കും ജീവനോടെ ഉണ്ടോ? അടുത്തിടെ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ തന്നെ രൂപമുള്ള ഒരു ക്ലോൺ ആണോ? ജിം ക്യാരിയെ അറിയില്ലേ? ബ്രൂസ് ഓൾമൈറ്റി, മാസ്ക്, ഏസ് വെഞ്ചുറ, ട്രുമാൻ ഷോ, എറ്റേണൽ സൺഷൈൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൂടെ ഇങ്ങ് കേരളത്തിലും നിരവധി ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. എന്തുകൊണ്ടാണ് അത് ജിം ക്യാരി അല്ല ക്ലോൺ ആണ്, ജിം ക്യാരിക്ക് എന്തോ സംഭവിച്ചു എന്ന് ആളുകൾ കമന്റ് ചെയ്യുന്നത്? അദ്ദേഹത്തെ ആരപായപ്പെടുത്തി എന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. പ്രധാനമായും തമാശയിൽ കഥ പറയുന്ന സിനിമകളിലൂടെ ലോക സിനിമ പ്രേക്ഷകരെ കയ്യിലെടുത്ത വ്യക്തിയാണ് ജിം ക്യാരി. എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടം മുതൽ ഹോളിവുഡിലെ വ്യവസ്ഥാപിത നിയമങ്ങളെയും ഉള്ളുപൊള്ളയായ സാംസ്കാരിക ബിംബങ്ങളെയും അർത്ഥമില്ലാത്ത പുരസ്കാര നിശകളെയുമെല്ലാം നിശിതം വിമർശിക്കാനും പരിഹസിക്കാനും അദ്ദേഹം ആരംഭിച്ചു. മാത്രമല്ല ഹോളിവുഡിന്റെ ആഡംബരത്തിന്റെയും തിളക്കത്തിന്റെയും മറവിലുള്ള അങ്ങേയറ്റം വെറുക്കപ്പെടേണ്ട പ്രവൃത്തികളും സിനിമാ ലോകത്തെയും പോപ്പ് കൾച്ചറിനെയും എന്തിനേറെ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഇരുണ്ട ശക്തികളെയും കുറിച്ചുമെല്ലാം പച്ചയായി പൊതുസ്ഥലങ്ങളിൽ വിളിച്ചു പറയാൻ തുടങ്ങി. എപ്സ്റ്റീൻ ഫയൽസ് ലോകത്തെ പിടിച്ചുകുലുക്കിയപ്പോഴും അനക്കം പോലുമില്ലാതെ ഉറക്കം നടിച്ചു കിടന്ന സെലിബ്രിറ്റികളെ നാം കണ്ടു കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരിടത്ത് ജിം ക്യാരിയെ പോലെ ഒരാൾ ഇങ്ങനെ തങ്ങളുടെ രഹസ്യമായ നിലനിൽപ്പിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ ദുഷ്ടശക്തികൾ വെറുതെ ഇരിക്കുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഏറ്റുവാങ്ങിയ ജിം ക്യാരി കുടുംബത്തോടൊപ്പം വന്ന് 8 മാസം കൊണ്ട് പഠിച്ച ഫ്രഞ്ച് ഭാഷയിൽ ഒരു മനോഹര പ്രസംഗമൊക്കെ കാച്ചി. എങ്കിലും ആരാധകരുടെ ചർച്ച അദ്ദേഹത്തിന്റെ ലുക്കിനെ പറ്റിയും പെരുമാറ്റത്തെക്കുറിച്ചും മാത്രമായിരുന്നു. മുഖം കൂടുതൽ മിനുങ്ങിയിരിക്കുന്നു. പിരികത്തിന്റെയും താടിയുടെയും ഒക്കെ സ്ട്രക്ചറും കൃഷ്ണമണിയുടെ നിറവും സംസാര ശൈലിയും മാറിയിരിക്കുന്നു. ശബ്ദത്തിലും നേർത്ത വ്യത്യാസം. ഉടൻ ആരാധകർ ആ മാറ്റത്തെ കൂട്ടിക്കെട്ടിയത് എപ്സ്റ്റീൻ ഫയൽസും ഇലുമിനാറ്റിയും ഒക്കെ ആയിട്ടായിരുന്നു. എന്നാൽ ആ നിഗമനത്തിന് ന്യായമായ കാരണങ്ങൾ നിലവിലുണ്ടോ എന്നതാണ് ചോദ്യം. മുഖത്തിന്റെ ഷേപ്പ് ഇഷ്ടത്തിന് മാറ്റുന്ന ഹോളിവുഡിൽ സർവ്വസാധാരണമായ ബോട്ടോക്സും ഫില്ലറും ഒക്കെ വെച്ച് കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിൽ മാറിപ്പോയ അനേകം താരങ്ങൾ വേറെയുമുണ്ട്. 2022 സിനിമയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ഏകദേശം 4 വർഷത്തോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ സ്വകാര്യ ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലിനിക്കൽ ഡിപ്രഷന് ഏറെക്കാലമായി ജിം ക്യാരി ചികിത്സയിലുമാണ്. 4 വർഷം കൊണ്ട് പ്രായസംബന്ധിയായി മനുഷ്യന് മാറ്റങ്ങൾ വരാം. ഫ്രാൻസിൽ പുരസ്കാരം വാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണ "ഐ വാസ് ലൈക്ക് ഐ ആം ഡെഡ്" എന്ന വാചകമടക്കം പല സൂചനകളും ആരാധകർ ചേർത്ത് വെച്ച് വായിക്കുന്നുണ്ട്. ജിം ക്യാരിയുടെ വേഷത്തിൽ താനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന വ്യാജേന ഒരാളിട്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലായെങ്കിലും പിന്നീട് വ്യാജമാണെന്നും തെളിഞ്ഞിരുന്നു. എന്തായാലും അവശേഷിക്കുന്ന ചോദ്യങ്ങൾ മറ്റു ചിലതാണ്. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നതല്ല ഒരു മഹത്തായ രാജ്യവും ചെയ്യേണ്ടത് എന്നും ഹോളിവുഡ് എന്നത് രഹസ്യ കേന്ദ്രങ്ങളിലെ ദുഷ്പ്രവർത്തികളിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ആയുധം മാത്രമാണെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞ ജിം ക്യാരി എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നിട്ട് ഇത്രയായിട്ടും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട്? പൊതുസ്ഥലങ്ങളിലും സിനിമകളിലുമൊക്കെ യാതൊരു ഏച്ചുകെട്ടലോ ചമയങ്ങളോ ഇല്ലാതെ പ്രത്യക്ഷപ്പെടാറുള്ള അദ്ദേഹത്തിന്റെ പുതിയ ലുക്കിന്റെ രഹസ്യം എന്താണ്? ഇത്രയൊക്കെ കോൺസ്പിറസി തിയറികൾ സോഷ്യൽ മീഡിയയിൽ പെരുകുമ്പോഴും അദ്ദേഹം നിശബ്ദനായിരിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഏതായാലും ആ ചോദ്യങ്ങളെ കണ്ണും പൂട്ടി തള്ളിക്കളയാനും വയ്യ. കാരണം എപ്സ്റ്റീൻ ഫയൽസും വർഷങ്ങളോളം വെറും കോൺസ്പിറസി തിയറി മാത്രമായിരുന്നുവല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം സ്വപ്ന സുജിത് ആൻഡ് കീപ് വാച്ചിങ് 24.